ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു എസ്സേ ആണ് കേട്ടോ. ഇത് എഴുതിയിട്ടുള്ളത് അഞ്ജന മജുംദാറാണ്. നമുക്കറിയാം ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളതും മാൻമെയ്ഡ് ആയിട്ടുള്ളതും ഉണ്ടായിരിക്കും. ആൻഡ് ഇത് വലിയ രീതിയിൽ തന്നെ ഒരു ഡാമേജും ഡിസ്ട്രക്ഷനും മൊത്തത്തിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളും കൂടുതലാണ്. അപ്പോൾ ഈ ഡിസാസ്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതും ഇതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് ഈ ഒരു എസ്സേയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ പാസേജിൽ പറയുന്നത് ഡിസാസ്റ്റർ എന്തായാലും നമുക്കറിയാലോ ഒരു കോമൺ ആയിട്ടുള്ള ഫിനോമിനനാണ്. ഇത് എപ്പോഴും നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ് ഉണ്ടായത് മുതൽ തന്നെ ഈ ഡിസാസ്റ്റേഴ്സ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ വേൾഡ് ഡിസാസ്റ്റർ റിപ്പോർട്ട് സജസ്റ്റ് ചെയ്യുന്നത് ഡിസാസ്റ്റേഴ്സ് ഇപ്പോൾ കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രീക്വൻസിയിലാണെങ്കിലും ഇൻറ്റൻസിറ്റിയിലാണെങ്കിലും തീവ്രതയിലാണെങ്കിലും എണ്ണത്തിലാണെങ്കിലും അത് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണെന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? എർത്ത് ക്വേക്സ് ഉണ്ട്, ഫ്ലഡ് ഉണ്ട്, സൈക്ലോൺസ് ഉണ്ട്, ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, അല്ലേ? അങ്ങനെ ലാൻഡ് സ്ലൈഡുകൾ, ഡ്രോട്ട്, വരൾച്ച, ആക്സിഡൻറ്റ്, പ്ലെയിൻ ക്രാഷ്, ഫോറസ്റ്റ് ഫയർ, ഇതൊക്കെ ഡിസാസ്റ്റേഴ്സാണ്. ഇതൊക്കെ ഉണ്ടാവുമ്പോൾ എന്താ ഉണ്ടാവണേ? ആളുകളൊക്കെ വൾനറബിൾ ആവുകയാണ്, മീൻസ് വീക്ക് ആവുകയാണ്. അവർക്കിതൊന്നും നേരിടാനുള്ള ശക്തി ഉണ്ടാവാതെ വരികയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിലും ഡെവലപ്പിംഗ് കൺട്രീസിലാണെങ്കിലും ഈ ഒരു കാര്യം ഒരേപോലെ തന്നെയാണ് നടക്കുക. ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് UK ഫ്ലഡ് ഉണ്ടാവുന്നു, ഫ്രാൻസിൽ ഫ്ലഡ് ഉണ്ടാവുന്നു, യൂറോപ്പിലെ ഹീറ്റ് വേവ്സ്, പെർട്ടിക്കുലർലി ഫ്രാൻസിലുണ്ടായ ഹീറ്റ് വേവ്സ്, ഇതൊക്കെ ഒരുപാട് ആളുകളെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് എടുക്കുകയാണെങ്കിൽ അമേരിക്കയിലും ഒരുപാട് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അതായത് ടൊർണാഡോസ്, അല്ലെ കൊടുങ്കാറ്റുകൾ, ഹറിക്കെയിൻസ്, സൈക്ലോൺസ് ഒക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതിലൂടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഒരുപാട് പ്രോപ്പർട്ടീസിന് ഡാമേജ് വന്നിട്ടുണ്ട്, കുറേ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കുറേ ജീവനുകൾ പോയിട്ടുണ്ട്. അപ്പം ടെക്നോളജി എത്ര പ്രോഗ്രസ്സിലായി എന്ന് പറഞ്ഞാലും ഹ്യൂമൻ ബീയിങ്സിന് ഡിസാസ്റ്റേഴ്സിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് ഇതുവരെ അങ്ങനെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. ടെക്നോളജി ഉണ്ടല്ലോ, നമുക്ക് എന്ത് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായാലും നമുക്കതൊന്ന് സേവ് ചെയ്യാൻ പറ്റും, നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എന്നൊക്കെയുള്ളൊരു തോട്ട് വേസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി ഓതർ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഹയർ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള സ്ഥലങ്ങളുണ്ടായിരിക്കും. അതായത് ഹ്യൂമൻ ബീയിങ്സ് നല്ല അടിപൊളി തോട്ട്സും നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതികളൊക്കെ ഉള്ള ആളുകളുണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ബെറ്റർ ആയിട്ട് പ്രിപ്പയർഡ്നെസ് ഉണ്ടായിരിക്കും. അതായത് പ്രീ പ്ലാനിങ്ങും പ്രീ പ്രിപ്പറേഷനൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ഓൾറെഡി മുൻകൂട്ടിയൊക്കെ ഇങ്ങനെ ഡിസാസ്റ്റർ വരുന്നുണ്ടെന്ന് അങ്ങനെ സിഗ്നൽ കിട്ടുമല്ലോ നമുക്ക് വെതർ ഫോർകാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ. അങ്ങനെ കിട്ടുന്ന സമയത്ത് പ്രിപ്പയർഡ് ആയിരിക്കും. അതിനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും അങ്ങനെ സേവ് ചെയ്യാനുള്ള കുറേ പ്രിക്കോഷൻസ് ഒക്കെ അവരെടുക്കും. പക്ഷേ ദ കൺട്രീസ് വിച്ച് ഹാവ് ലോവർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് വളരെ കുറവുള്ള സ്ഥലങ്ങളാണെങ്കിൽ അവർ ഈ ഡിസാസ്റ്റേഴ്സും ഡാമേജൊക്കെ ഉണ്ടാകുമ്പോൾ അവർ വീക്ക് ആവുകയുള്ളൂ. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവർക്ക് അതിനുള്ള ടെക്നോളജീസോ ഫെസിലിറ്റീസോ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ വരും. ഇനി എല്ലാ ഡിസാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ ഫ്ലഡ്സ് ആണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. ഫ്ലഡ്സ് കഴിഞ്ഞാൽ പിന്നെ വിൻസ്റ്റോംസ്, ഡ്രോട്ട്സ്, എർത്ത് ക്വേക്സ്, ഇതൊക്കെയാണ് അതിൻ്റെ ഓർഡറായിട്ട് പറയുന്നത്. എന്തായാലും ഡ്രോട്ടാണ് ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ ആയിട്ട് പറയുന്നത്. അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആണല്ലോ കൂടുതൽ നമ്മുടെ വേൾഡിൽ ഉണ്ടാവുന്നത്. അപ്പം ഡ്രോട്ട് കാരണമാണ് കൂടുതൽ ആൾക്കാർ മരിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതായത് 48%, 100-ൽ 48% ആളുകളും അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും ഉണ്ടാവുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്. ഇനിയിപ്പോൾ എല്ലാ കോണ്ടിനെൻസും എടുക്കുകയാണെങ്കിൽ ഏഷ്യയിലാണ് ഡിസാസ്റ്റേഴ്സ് കൊണ്ട് കുറേ ആളുകൾ മരിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. അപ്പം ഇന്ത്യയുടെ ആ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും ജിയോളജിക്കൽ ഫോർമേഷനൊക്കെ അനുസരിച്ചിട്ട് ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൽ ലോങ് കോസ്റ്റ് ലൈൻ ഉണ്ട്. കോസ്റ്റ് ലൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? തീരപ്രദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ സ്നോ ക്ലാഡ് പീക്സ് ഉണ്ട്, പടുകൂറ്റൻ മഞ്ഞ് മലകളൊക്കെ ഉണ്ട്, ഹൈ മൗണ്ടെയിൻ റേഞ്ചസ് ഉണ്ട്, പിന്നെ കുറേ ഇങ്ങനെ അരുവികൾ അല്ലേ കണക്ട് ചെയ്ത് പോകുന്ന റിവേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഇതിനൊരു പ്രോബ്ലം ആയിട്ട് വരുന്നു. നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂട്ടുന്നു എന്നാണ് പറയുന്നത്. ആൻഡ് ടോട്ടൽ ജിയോഗ്രഫിക്കൽ ഏരിയ എടുക്കുകയാണെങ്കിൽ 2% മാത്രമേ ഇന്ത്യയുടെ ജിയോഗ്രഫിക്കൽ ഏരിയ ഉള്ളൂ. അതാണെങ്കിലോ 18% ഓഫ് ടോട്ടൽ പോപ്പുലേഷൻ, വേൾഡിൽ മൊത്തം പോപ്പുലേഷൻ്റെ 18% ഇന്ത്യയിലാണുള്ളത്. അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. മൊത്തം പറയുകയാണെങ്കിൽ എന്താണ്?
100% ജോഗ്രഫിക്കൽ ഏരിയ ഉണ്ടെങ്കിൽ അതിൽ 2% മാത്രമാണ് ഇന്ത്യയിലുള്ളൂ. പക്ഷേ പോപ്പുലേഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 100%-ൽ 18% ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രഷർ ഉള്ളത് നമുക്കാണ്. ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ്ലി ഒക്കെ ഇതെന്തിന് കാരണമാക്കുന്നുണ്ട്? ഡിസാസ്റ്റേഴ്സിന് കാരണമാക്കുന്നുണ്ട്. ഫ്ലഡ്, ഡ്രോട്ട്, ലാൻഡ് സ്ലൈഡ്സ്, എർത്ത്ക്വേക്സ് എക്സെട്ര ഒക്കെ ഉണ്ടാവാനുള്ള കാരണം പോപ്പുലേഷൻ്റെ കൂടുതലും ജോഗ്രഫിക്കൽ ഏരിയ കുറവും എന്നുള്ള രീതിയിലും കൂടെ ആണെന്ന് നമുക്ക് പറയാം. ഇനി നോർത്തേൺ റീജിയൻ, ഇന്ത്യയുടെ മേലെ ഭാഗം അല്ലേ, നോർത്തേൺ റീജിയൻ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, ഡ്രോട്ട്, എർത്ത്ക്വേക്ക് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റീജിയൻ സീസ്മിക് സോൺസ് ആയിട്ടുള്ള 3 to 5 വരുന്നതാണ്. ആൻഡ് ഈസ്റ്റേൺ റീജിയൻ ആണെങ്കിലോ ഹെവി ഫ്ലഡ്സ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. കാരണം എന്താ, അവിടെ ബ്രഹ്മപുത്ര, ഗംഗ നദികളൊക്കെ ഉണ്ട്. ഡ്രോട്ട്, ഹീറ്റ് വേവ്സ്, ഹെയിൽ സ്റ്റോംസ്, സൈക്ലോൺ, ഹെവി വിൻസ്, എർത്ത്ക്വേക്സ് ഒക്കെ ഉണ്ടാവുന്നതും ഈ ഒരു റീജിയനിലാണ്. ഇനി നോർത്ത് ഈസ്റ്റേൺ റീജിയനിലാണ് കൂടുതൽ ഫ്ലഡ്, ലാൻഡ് സ്ലൈഡ്സ്, അതുപോലെ തന്നെ എർത്ത്ക്വേക്സ് ഉണ്ടാവുന്നത്. നോർത്ത് ഈസ്റ്റേൺ എന്ന് പറയുമ്പോൾ ആ മേഘാലയ, മണിപ്പൂർ ആ ഒരു ഏരിയ ഒക്കെയാണ് കേട്ടോ പറയുന്നത്. ആൻഡ് ദിസ് റീജിയൻ കംസ് അണ്ടർ സീസ്മിക് സോൺ ആയിട്ടുള്ള 4 to 5. അതായത് ഇങ്ങനെ എർത്ത്ക്വേക്സ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയാസ്, അങ്ങനെ വൾണറബിൾ ആയിട്ടുള്ള ഏരിയാസിനെയാണ് ഈ സീസ്മിക് സോൺസിൽ ഇടുന്നത് കേട്ടോ. അതൊക്കെ ഗൂഗിൾ നോക്കിയിട്ട് നിങ്ങൾ കൂടുതൽ റെഫർ ചെയ്യുക താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ. ആൻഡ് വെസ്റ്റേൺ റീജിയൻ നമുക്കറിയാം വൈഡ്ലി സീവിയർ ഡ്രോട്ട്സ് ആണുള്ളത്. അതായത് നമ്മുടെ രാജസ്ഥാൻ ആ ഒരു ഏരിയയൊക്കെയാണ്. അപ്പോൾ അവിടെ ലാൻഡിൻ്റെ സോയിലിൻ്റെ ഫ്ലഡ്, സൈക്ലോൺ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടാകുന്നത്. ആൻഡ് ഈ ഏരിയ എർത്ത്ക്വേക്സും ഉണ്ടാവുന്ന ഏരിയാസ് ആണ് കേട്ടോ. സദേൺ റീജിയൻ നമുക്കറിയാമല്ലോ കോസ്റ്റൽ റീജിയൻ ആണ്, തീരപ്രദേശമാണ്. ഇവിടെയാണ് കൂടുതൽ സൈക്ലോൺസ്, സീ റോഷൻ നമ്മുടെ ഏരിയയിൽ സുനാമി, ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഉണ്ടാവുന്നത്. ഇനി ഐലൻഡുകൾ ഉണ്ടല്ലോ, ആൻഡമാൻ നിക്കോബാർ, അതുപോലെ ലക്ഷദ്വീപ് ഒക്കെ, ഇവിടെയും സീ റോഷൻ, സുനാമി ഒക്കെ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇന്ത്യൻ കോസ്റ്റൽ ഏരിയാസാണ് കുറേ സിവിയർ ആയിട്ടുള്ള സൈക്ലോൺസ് നേരിട്ടിട്ടുള്ളതെന്നാണ് പറയുന്നത്, ഈസ്റ്റേൺ വെസ്റ്റേൺ കോസ്റ്റുകളിലായിട്ട്. ആൻഡ് ഇന്ത്യയിൽ കുറേ ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ ന്യൂ ആയിട്ട് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട കാര്യം സുനാമിയാണ്. അപ്പോൾ നമുക്കറിയാലോ വാർണിംഗ് സിസ്റ്റം ഒന്നും നമുക്ക് അത്രയ്ക്ക് ഇല്ല, അതിൻ്റെ ഒരു അഭാവം കാരണം തന്നെ 2004 ഉണ്ടായ സുനാമി എന്ന് പറയുന്നത് കോസ്റ്റൽ റീജിയൻ ആയിട്ടുള്ള തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ് ആ ഏരിയയിലൊക്കെ ലാർജ് പോർഷൻസിൽ വലിയ നഷ്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് കുറേ ലൈവ്സ് അതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള, അത്രയും വില മതിക്കുന്ന പ്രോപ്പർട്ടീസും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇന്ത്യ ഒരുപാട് നമ്പർ ഓഫ് ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള ഫ്ലഡ്, എർത്ത്ക്വേക്ക്, സുനാമി, ഡ്രോട്ട്, ലാൻഡ് സ്ലൈഡ്സ് അതൊക്കെ തുടങ്ങി മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് വരെ ഇത് ഫേസ് ചെയ്തിട്ടുണ്ട്. അതായത് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയൊക്കെ. ഈ സെഞ്ച്വറിയിൽ ഇന്ത്യ കുറേ മേജർ ഡിസാസ്റ്റേഴ്സ് ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഗുജറാത്ത് എർത്ത്ക്വേക്ക്, മുംബൈ ഗുജറാത്ത് ഫ്ലഡ്സ്, സുനാമി, ഉത്തരാഖണ്ഡ് ഫ്ലാഷ് ഫ്ലഡ്സ്, പിന്നെ ഹരിക്കെയിൻ ഫെയിലിൻ ഇൻ കോസ്റ്റൽ ഒറീസ ആൻഡ് ആന്ധ്രാപ്രദേശ്, ഇതൊക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഡിസാസ്റ്റേഴ്സാണ്. ഇനി ഈ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് ഡിസാസ്റ്റേഴ്സിൻ്റെതെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാലോ പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു. മാൻമെയ്ഡ് ഉണ്ട്, അതല്ലാതെ തന്നെ നാച്ചുറലായിട്ടുണ്ട്. ഡിസാസ്റ്റേഴ്സ് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ദ ലൈഫ് ലൈൻ സപ്പോർട്ട് സിസ്റ്റം, അതായത് എന്താണ്, കമ്മ്യൂണിക്കേഷൻ വേണം, അതുപോലെ പവർ സപ്ലൈ, വാട്ടർ സപ്ലൈ, ഡ്രെയിനേജ്, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഡാമേജ്ഡ് ആവും. മോറോവർ നമുക്കറിയാം ഹെൽത്ത് കെയറും അതുപോലെ ഹോസ്പിറ്റൽസും ഒക്കെ സിവിയർ സ്ട്രെസ്സിലാവുന്ന ഒരു സമയം കൂടിയാണ് ഇത്, അല്ലേ? അവർക്കൊക്കെ അത്രയും അവൈലബിലിറ്റി നമുക്ക് ആവശ്യമുണ്ട്. ദെൻ കൊമേഴ്ഷ്യൽ എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ആണെങ്കിൽ ബാഡ്ലി മൊത്തത്തിൽ തകരാറിലാവും. ലൈഫ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് സ്റ്റില്ലാവും, അല്ലേ? ഒരു അനക്കം ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. ഇനി സൈക്കോളജിക്കൽ ആയിട്ടുള്ള ട്രോമാസ് ആണെങ്കിൽ, ഡിസാസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന ട്രോമാസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു വിക്ടിമിൻ്റെ ലൈഫ് ലോങ് തന്നെ ഉണ്ടാവും. അതായത് ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ എക്സാമ്പിൾ കേരളത്തിൽ ഫ്ലഡ് ഉണ്ടായപ്പോൾ തന്നെ അതിൽ മരണപ്പെട്ടവരുടെ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഇപ്പോൾ വയനാട് ആ ഒരു ഇഷ്യൂ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റാതെ എത്രയോ പേര് ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. വിക്ടിംസാണ് മെൻ്റൽ ട്രോമയിൽ പെട്ട് കിടക്കുന്നത്. ദെർഫോർ വേറെ അലോങ് വിത്ത് ദ റീഹാബിലിറ്റേഷൻ വർക്ക്സ് സൈക്കോളജിക്കലായിട്ടുള്ള, അതായത് നമ്മളൊരു പുനരധിവാസം, അല്ലേ, ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് എന്തെങ്കിലും നടന്നാൽ നമ്മൾ അവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് താമസിക്കുക, അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും സൈക്കോളജിക്കലായിട്ടുള്ള റീഹാബിലിറ്റേഷൻ നമുക്ക് ആവശ്യം. നമ്മുടെ മെൻ്റലി നമ്മളെ ഫിറ്റാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യം എന്നുള്ളതാണ് പറയുന്നത്.
ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ് ആണെങ്കിലും ഇപ്പോൾ വലിയ വലിയ യുദ്ധങ്ങളിൽ ലഹളകളൊക്കെ റൈറ്റ്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അതിലും ഇതേപോലെ തന്നെയാണ് ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്. എപ്പോഴും ഏറ്റവും കൂടുതൽ എഫക്റ്റ് എവിടെ ഉണ്ടാവുക? പുവർ സെക്ഷൻസ് ഓഫ് സൊസൈറ്റിയാണ്. അതായത് അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് അവർ ഡെയിലി ഏൺ ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ ഇത് എഫക്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി ചില നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആയിട്ടുള്ള സൈക്ലോൺസ്, സുനാമീസ്, എർത്ത് ക്വേക്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ബിൽഡിംഗ് സ്ട്രക്ചറുകളുണ്ടല്ലോ, അതാണ് ഡിസ്ട്രക്ഷനും ഡെത്തിനും കൂടുതൽ കാരണമാകുന്നത് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഡെവലപ്പിംഗ് ആയിട്ടുള്ള കൺട്രീസിലാണെങ്കിൽ നമുക്കറിയാം 30% ഒക്കെയാണ് ബിൽഡിങ്സ് റെഗുലേഷൻസ് ഒക്കെ അനുസരിച്ച് സേഫ്റ്റിയും സെക്യൂരിറ്റി ഒക്കെ നോക്കിയിട്ട് ഉണ്ടാക്കുന്നത്. സിമിലർലി നമുക്കറിയാം ഒരു മാസ്റ്റർ പ്ലാനോ അല്ലെങ്കിൽ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നതിൻ്റെ ആ ക്വാളിറ്റി കുറവോ അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ പ്രശ്നങ്ങളും ഒക്കെ കാരണം ഈ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഡിസ്ട്രക്ഷൻ കൂടുതലായിട്ട് സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ടാവുന്നുണ്ട്. ദെർഫോർ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ബിൽഡിങ്സ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം എന്നാണ് പറയണത്. ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ ഗൈഡ് ലൈൻസ് ഉണ്ടായിരിക്കും നിയമത്തിൻ്റെ, അതനുസരിച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. നമുക്കറിയാം കൂടുതൽ കൺസ്ട്രക്ഷൻസ് സ്ട്രിക്റ്റ് ആയിട്ട് വരണം. അതായത് ഓരോ അതോറിറ്റീസ് മാസ്റ്റർ പ്ലാൻ അപ്രൂവ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വേണം ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു എർത്ത് ക്വേക്ക് ചെറിയ രീതിയിൽ ഉണ്ടാകുമ്പോൾ പോലും ബിൽഡിങ്സ് ഇടിഞ്ഞു പൊളിഞ്ഞു വിടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. പിന്നെ അടുത്ത എന്താ പറയുന്നത്, ദ UNDAC, അതായത് യുണൈറ്റഡ് നാഷൻസ് ഡിസാസ്റ്റർ അസസ്മെൻറ്റ് ആൻഡ് കോർഡിനേഷൻ, എലോങ് വിത്ത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൂടെ ഈ ഒരു അസോസിയേഷനും കൂടി ചേർന്നിട്ട് ഇവരൊരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ അത്രയും എർത്ത് ക്വേക്ക് പ്രോൺ ഏരിയാസ് ഉണ്ടാവില്ലേ, അതായത് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ചില സിറ്റീസ് ആൻഡ് ടൗൺസ്, അവിടെ എർത്ത് ക്വേക്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ളത് പറയും. അപ്പോൾ ആ ഏരിയാസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ആക്ഷൻ പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇൻ വൾണറബിൾ ഏരിയാസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ബിൽഡിങ്സ് ടെക്നിക്കലി അസസ് ചെയ്യണം. ഇൻഡിവിജ്വൽ ഓണേഴ്സ്, ഗ്രൂപ്പ് ഹൗസിംഗ് അതോറിറ്റീസിനൊക്കെ ഇൻഫോം ചെയ്യണം അവരുടെ കൺസ്ട്രക്ഷൻ്റെ വീക്ക്നെസ്സിനെ കുറിച്ചിട്ട്. പ്രസൻ്റ്ലി നമുക്കറിയാം 1 മില്യൺ ബിൽഡിങ്സ് ആണ് ഓരോ വർഷവും ഇന്ത്യയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ആ ഒരു അത്രയും ബിൽഡിങ്സ് തന്നെ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് ഡാമേജ് ആവുന്നുണ്ട്. സോ ആ ഒരു ഡാമേജ് ബിൽഡിങ്സിന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മോണിറ്ററിങ് മെക്കാനിസം ചെയ്യണം. അല്ല, അതിന് വേണ്ടി മോണിറ്റർ ചെയ്യണം. പ്രോപ്പർ കോർഡിനേഷൻ ഉണ്ടായിരിക്കണം അതോറിറ്റീസും അതുപോലെ അത് ഉണ്ടാക്കുന്ന ആളുകളും തമ്മിൽ അങ്ങനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കണക്ഷനും കോർഡിനേഷനും കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റോളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റോള് പോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ നമുക്കറിയാം ഒരു സ്റ്റേറ്റ് ലെവൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അവിടെ സീനിയർ സെക്രട്ടറീസ് ഒക്കെ ഉണ്ട്, വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, അതുപോലെ തന്നെ NGOs എന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സ് ഒക്കെ ഉണ്ട്. നാഷണൽ ലെവലിലാണെങ്കിൽ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ട്. അവിടെ ക്യാബിനറ്റ് സെക്രട്ടറിയാണ് ഹെഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ സെക്രട്ടറീസ് ഫ്രം മേജർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദ ഗവൺമെൻറ് ഒക്കെ അതിൽ വരുന്നതാണ്. ഈ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മിനിസ്ട്രീസായിട്ട് ഒരു പ്രോപ്പർ കോർഡിനേഷൻ വെച്ചിട്ട് സ്റ്റേറ്റുകൾക്ക് എന്ത് ചെയ്യണം, നെസസറി അവർക്ക് ആവശ്യമുള്ള സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കണം. അതായത് ഇപ്പം എയർ ഡ്രോപ്പിംഗ്, റെസ്ക്യൂയിങ്, സെർച്ച്, ട്രാൻസ്പോർട്ട് ഓഫ് റിലീഫ് ഗുഡ്സ്, എല്ലാത്തിനും വേണ്ട കാര്യങ്ങൾ ഇവർ ഒരുക്കി കൊടുക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റെയിലിൻ്റെയും ഫെറി സർവീസസ് അതൊക്കെ എല്ലാവരിലും എത്തണം. ഹെൽത്തിൻ്റെ ആണെങ്കിലും മെഡിക്കൽ, അങ്ങനത്തെ എല്ലാ സപ്പോർട്ടുകളും എല്ലാ ഏരിയയിലേക്കും എത്തുക എന്നുള്ളത് ഉറപ്പ് വരുത്തണം. ഇനി നമുക്കറിയാം പുനരധിവാസം അല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മാറി താമസിക്കുന്ന, അങ്ങനെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ്റഗ്രൽ പാർട്ടാണ്. സിൻസ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നോൺ റുട്ടീൻ ഇവൻറ്റ്സ് ആണ്, എപ്പോഴും ഡെയിലി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതല്ല, വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം, ആ ഒരു പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് തന്നെ പല ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിലുള്ള കോർഡിനേഷനൊക്കെ കാരണം നമുക്ക് പെട്ടെന്ന് വിക്ടിംസിന് ഒരു സ്പീഡി റിലീഫ് ഉണ്ടാക്കി കൊടുക്കണം. ആൻഡ് ഈ റെസ്ക്യൂ ടേംസ് ആണെങ്കിൽ സ്പെഷ്യൽ സ്കിൽസും കാര്യങ്ങളൊക്കെ പഠിക്കണം. നിങ്ങൾ 2018 ഫിലിം കണ്ടിട്ടില്ലേ, അതിൽ ടോവിനോ ചെയ്യുന്നതൊക്കെ. അപ്പം അങ്ങനെ അത്രയും സ്പെഷ്യൽ സ്കിൽസൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എന്നാണ് പറയുന്നത്. അഡീഷണലി വെൽ എക്യുപ്ഡ് ആയിരിക്കണം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. റീസെൻറ്റ് ടൈംസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മൊത്തത്തിലുള്ള പേർപ്പസ് എന്ന് പറയുന്നത് നാച്ചുറൽ അല്ലെങ്കിൽ മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതല്ല, അതിന് വേണ്ടിയിട്ടല്ല. നമുക്ക് ഈ ഡിസാസ്റ്റേഴ്സ് ഒന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. കാരണം എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ളതൊന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല.
മാൻമെയ്ഡ് ആണെങ്കിലും, പക്ഷേ നമുക്ക് എന്താ മിറ്റിഗേറ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും, നമുക്ക് മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നതിൽ നമ്മളിപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, പല ടൈപ്പ് ഓഫ് ഡിസാസ്റ്റേഴ്സ് പറഞ്ഞു, നമ്മുടെ ഇന്ത്യയുടെ കണ്ടീഷൻ പറഞ്ഞു, മൊത്തത്തിലുള്ള വേൾഡിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ, ഏഷ്യൻ രാജ്യങ്ങളെ പറ്റി പറഞ്ഞു, ഏഷ്യൻ രാജ്യങ്ങളെ പറ്റി പറഞ്ഞു, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു, ഗവൺമെൻറ്റിൻ്റെ റോള് പറഞ്ഞു, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു, ഡെവലപ്ഡ് കൺട്രീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം ജനറലി നിങ്ങൾ തറോ ആയിട്ട് ഈ ഒരു ലെസൺ വായിക്കുക. ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി വരാൻ ചാൻസ് ഉള്ളൊരു ചാപ്റ്ററും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.